നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന കോളിഫ്ലവർ ഫ്രൈ, ഇപ്പോൾ ഗോബി 65 എന്നൊക്കെ നമുക്കിതിന് പറയാം. ഇതിന് ഞാൻ മൈദയോ കോൺഫ്ലവറോ ഒന്നും ചേർക്കുന്നില്ല, അല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ വെളുത്തുള്ളിയും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാം. ആദ്യം വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കോളിഫ്ലവർ ഞാൻ ഇതളുകളാക്കിയിട്ട് ഒരു പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരം അടച്ച് വയ്ക്കാം. തീ ഓഫ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം, ഗ്യാസ് ഓഫ് ചെയ്തിട്ട്. എന്നിട്ട് നമുക്ക് പിന്നെ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് അരിച്ചെടുക്കണം. നമുക്ക് വെള്ളം കളഞ്ഞിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ആ കോളിഫ്ലവറിന് വേണ്ടി ഒരു മിക്സ് തയ്യാറാക്കണം, നമ്മളത് മുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിന് ഞാനിപ്പോൾ കടലമാവും അരിപ്പൊടിയുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ. പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയുടെ പേസ്റ്റ് 1 ടീസ്പൂൺ, അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് വളരെ കുറച്ച് വെള്ളം മാത്രമേ അതിൽ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. നല്ല കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററായിരിക്കണം അത്. വെള്ളം ഒട്ടും തന്നെ കൂടിപ്പോകാൻ പാടില്ല. അപ്പോൾ നല്ല കട്ടിയായിട്ട് നമുക്കിതുപോലെ ഒന്ന് ആദ്യം കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് കോളിഫ്ലവർ ചേർത്തിട്ട് വീണ്ടും ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിത് 10 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിത് നല്ല ചൂടായ എണ്ണയിൽ ഇതുപോലെ വറുത്തെടുക്കണം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കോളിഫ്ലവർ ഫ്രൈ ഗോബി 65 നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അല്ലാതെ നമുക്ക് ഇപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിലും നല്ലതാണ്. സാമ്പാർ റൈസിൻ്റെ കൂടെയൊക്കെ നമുക്കത് സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാനും വളരെ നല്ല ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കത് ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്നും മാറ്റി എടുക്കാം. ഞാനിത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പോൾ നമ്മുടെ അധികമുള്ള എണ്ണ ആ ടിഷ്യൂ പേപ്പറിൽ പോയിക്കോളും. അപ്പോൾ നമ്മുടെ നല്ല സ്വാദുള്ള ഗോബി 65 റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല സ്വാദുള്ള ഗോബി ഫ്രൈ റെഡിയായി. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.